ഇതൊരു സ്കിൻ റാപ്പ് ചെയ്ത അടിപൊളി ക്യാമറയാണ്. ഈ ക്യാമറ ഉണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ, ഭയങ്കര അടിപൊളി. ഇത് വെച്ച് ഒരു ബെനിഫിറ്റ് അല്ല, പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഒരു ടൈനി ഫിനിഷിങ് ലുക്ക് നിങ്ങൾക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പെട്ടെന്ന് വരില്ല. നമുക്ക് 12,000 രൂപ റേറ്റ് വരുന്നുണ്ട്, പുതിയതിന് 30,000 രൂപ റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്, നിങ്ങൾക്ക് വാട്ടർ പ്രൂഫാണ്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ അടിപൊളിയായിട്ട് നടക്കും. അപ്പം ഇത് ഉണ്ടാവും, ഇതൊരു സ്റ്റിക്ക് ലൈറ്റ് ആണ്. ഇത് നമ്മളതിൽ സെയിലിനും അവൈലബിൾ ആണ്, റെന്റിനും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ മൊബൈൽ ഗിംബലാണ്. ഇത് നമ്മളതിൽ സെയിലിനും ഉണ്ട്, അതുപോലെ തന്നെ റെന്റിനും ഉണ്ട്. ഇത് റെന്റ് വരുവാണെങ്കിൽ നമുക്ക് 250 രൂപ മുതൽ നമുക്ക് റെന്റിന് സ്റ്റാർട്ട് ചെയ്യും. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കണ്ണനെല്ലൂർ എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. ഡി ക്യാം എന്ന് പറയുന്ന യൂസ്ഡ് ക്യാമറ ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഒട്ടനവധി ക്യാമറകളും ലെൻസ്, അതേപോലെ മൈക്കൊക്കെ ഓഫറായിട്ട്, അതായത് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള ഓഫറായിട്ട് ഒരു 25,000 രൂപയ്ക്ക് മുകളിലോട്ട് എടുക്കുന്ന ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൈക്ക് ഫ്രീ എന്നുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത്തവണ തരുന്നത്. അപ്പോൾ അതേപോലെ റെൻഡേ ക്യാമറാസ് ഉണ്ട് കേട്ടോ. റെൻഡേ ക്യാമറാസ് എന്ന് പറയുമ്പം ഏകദേശം 99 രൂപ മുതലുള്ള റെൻഡേ ക്യാമറകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ റെൻഡേ ക്യാമറയൊക്കെ എടുത്ത് ഇപ്പം ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് അടിച്ചു വിളിക്കാൻ എൻ്റെ അടുത്തൊക്കെ പോകണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും വന്നെടുക്കാവുന്ന ഒരു ഷോപ്പാണ്. പിന്നെ കൊണ്ടുവരേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു ലൈസൻസ് മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് ആ പരിപാടി നടത്താവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാമറ റബ്ബിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പരിപാടി, അത് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല. ആ സംഭവങ്ങളും കൂടിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ക്യാമറയ്ക്കുണ്ട്, അതേപോലെ തന്നെ നമ്മളെ വാച്ചിനുണ്ട്, മൊബൈലിനുണ്ട്. അങ്ങനെയുള്ള എല്ലാത്തരം കാര്യങ്ങൾക്കും വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. അതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ ക്യാമറകളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഹലോ മച്ചാമാരെ, ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ഓഫറായിട്ടാണ് നമ്മുടെ ഡി ക്യാം വന്നിട്ടുള്ളത്. ലോ പ്രൈസിൽ ക്യാമറ എടുക്കാൻ ഒരുപാട് പേര് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് വെറൈറ്റി ഓഫറായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതായത് വെറും 1,000-1,500 രൂപ മുതൽ നമ്മളിൽ ഇതുപോലത്തെ മിനി SLR ക്യാമറാസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പീസ് നമ്മളെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ വിൻറ്റേജ് ക്യാമറ ഒരുപാട് പേര് നമ്മുടെ ഷോക്കേസ്, അതുപോലെ തന്നെ ഇപ്പം സിമ്പിളായിട്ട് നമ്മുടെ ബെഡ്റൂമിൽ പല പോർഷൻസിലായിട്ട് വിൻറ്റേജ് ക്യാമറ വെക്കാൻ താല്പര്യമുള്ള ഒരുപാട് ഇങ്ങനത്തുള്ള ക്യാമറയ്ക്ക് വന്ന് നല്ല റേറ്റുള്ള, ഇപ്പോഴും നമ്മുടെ OLX അങ്ങനത്തെ ഉള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റ്, ഏകദേശം 10,000-15,000 രൂപ വരെ ആളുകൾ ഇടുന്നുണ്ട്. നമുക്ക് ഒരു 1,500 രൂപയുടെ അകത്തേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഒരു വിൻറ്റേജ് ക്യാമറയാണ്. ഇത് വർക്കിംഗ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും. പക്ഷേ വെറും 1,500 രൂപയുടെ അകത്തെ ഇങ്ങനെയുള്ള വിൻറ്റേജ് ക്യാമറാസ് നമ്മളിൽ റേറ്റ് വരുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ നമുക്ക് DSLR ക്യാമറയിലേക്ക് പോകാം. നമുക്ക് ഇവിടെ നിലവിൽ എപ്പോഴും ഒരു 7,000-10,000 റേറ്റിൽ നമ്മളിൽ സ്റ്റാർട്ടിങ് നമ്മളിൽ DSLR ക്യാമറാസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പഠിക്കാനും എല്ലാ രീതിയിലും, അതായത് ഒരുപാട് പേർക്ക് ക്യാമറയെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ധാരണയുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ജസ്റ്റ് ബിഗിനേഴ്സിനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊരാൾക്കും നമ്മളെ ഡി ക്യാമിലേക്ക് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ജസ്റ്റ് നമുക്ക് ഒരു ബിഗിനറായിട്ടുള്ള എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു ക്യാമറ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച്, അതായത് നമ്മൾക്കൊരു ക്യാമറ വിൽക്കുന്നതിനുപരി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം അതനുസരിച്ചായിരിക്കും നമ്മൾ തരുന്നത്. നമുക്ക് കൂടാതെ അവിടെ ക്യാമറ സെയിൽ മാത്രമല്ല, റെൻ്റ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ക്യാമറ എടുക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല എന്ന് കൂട്ടിക്കോ. നിങ്ങളുടെ സ്ഥലം ഇപ്പം നമുക്കിവിടെ കൊല്ലമാണ് നമ്മുടെ ഷോപ്പ്. അപ്പം കൊല്ലം ജില്ലയിലാണെങ്കിൽ നിങ്ങൾക്ക് കൊല്ലം ജില്ല എവിടെ ഉള്ള ആളാണെങ്കിലും നിങ്ങളിൽ ക്യാമറ എടുക്കാൻ ക്യാഷ് ഇല്ല എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാഷിന് റെൻ്റ് എടുക്കാം. റെൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെൻ്റ് എടുത്ത് ക്യാമറാസ് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷനും നമ്മളതിലുണ്ട്. അപ്പോൾ നമുക്ക് സെയിൽ പറയാനാണെങ്കിൽ ഈ ഒരു ക്യാമറ ഇപ്പം ഇത് നമുക്കൊരു 10,000 ആ റേഞ്ച് വരുന്നൊരു 500D എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അതുപോലെ നമ്മളതിൽ 12,000, 13,000, 15,000 എല്ലാ പ്രൈസിലും നമ്മളതിൽ ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഏത് ക്യാമറ എടുത്താലും നിങ്ങൾക്ക് 1 മന്ത് നമ്മൾ ചെക്കിങ് വാറണ്ടിയാണൊക്കെ എല്ലാ ക്യാമറയ്ക്കും നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. രണ്ടാമത് നിങ്ങൾ എന്തുകൊണ്ട് നമ്മളെ ചൂസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് നാളെ സമയത്ത് ഈ ക്യാമറ കൊടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെ ഇതിപ്പം എടുത്ത് ഞാൻ പെട്ടുപോയാലോ അങ്ങനെ ഒരു ചിന്ത ഒന്നും വേണ്ട. നിങ്ങൾക്ക് നമ്മളതിൽ തന്നെ വന്ന് തിരിച്ചിവിടെ സെല്ല് ചെയ്യാൻ തോന്നി. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഈ ഒരു ക്യാമറ മേടിച്ചോ, ഇവിടെ തന്നെ വന്ന് സെല്ല് ചെയ്യാം, വേറെ എങ്ങോട്ടും പോകണ്ട. നിങ്ങളിൽ അതുപോലെ നിങ്ങളുടെ കയ്യിൽ പഴയ ഉപയോഗിച്ച ക്യാമറയോ ഉപയോഗിക്കാതിരിക്കുന്ന ക്യാമറയോ അങ്ങനെയുള്ള ക്യാമറ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെല്ല് ചെയ്യാം, അത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ക്യാമറ എടുക്കാം. എന്ത് ഓപ്ഷനും നിങ്ങൾക്ക് ഇവിടുന്ന് നമുക്ക് ചെയ്തു തരുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മളിൽ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ളതും കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ മൊബൈൽ ഗിംബലാണ്.
ഇത് നമ്മളതിൽ സെയിലിനും ഉണ്ട്, അതുപോലെ തന്നെ റെന്റിനും ഉണ്ട്. ഇത് റെന്റ് വരുവാണെങ്കിൽ നമുക്ക് 250 രൂപ മുതൽ നമുക്ക് റെന്റിന് സ്റ്റാർട്ട് ചെയ്യും. ഒരു ദിവസത്തേക്കുള്ള റെന്റാണ്, ഒരു ദിവസം ഫുള്ള് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരുപാട് പേരിപ്പം ഐഫോണിലൊക്കെയാണ് ഒരു റീൽ ഷൂട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനും നമുക്ക് ഇങ്ങനെയുള്ള മൊബൈൽ ഗിംബൽസ് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ, ഒരു ദിവസത്തെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റ് എടുക്കാം. വെറും 249 രൂപ മാത്രമേ വരുന്നുള്ളൂ സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ 500-നും ഉണ്ട്. നമുക്ക് മൊബൈൽ ഗിംബൽസ് സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഗിംബൽസ് നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇങ്ങനെയുള്ള ഗിംബൽസ് നമുക്ക് സെയിലിനും അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് നമ്മളിൽ ഒരു 4000-3000 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ഉണ്ട്. അങ്ങനെ 6000-7000 എല്ലാ റേറ്റിലും നമ്മളിൽ പല ടൈപ്പ് മൊബൈൽ ഗിംബൽസ് നമ്മളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ ഗിംബൽസും അവൈലബിൾ ആണ്. ഇത് വരുമ്പോൾ DJയുടെ റോണിൻ SC എന്ന ഗിംബലാണ്. അത്യാവശ്യം പുത്തൻ പീസാണ്. നമുക്ക് റേറ്റ് വരുന്നത് 13000 രൂപയാണ്. പുതിയതിന് 20000 രൂപ ആ റേഞ്ച് ഉണ്ട്. പക്ഷേ ഇത് ഫ്രഷ് കണ്ടീഷൻ പീസാണ്, ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു കവർ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ മോസ എയർക്രോസ് 2 ഉണ്ട്, ഒരു 10,000 ആ റേഞ്ചേ വരുന്നുള്ളൂ. അങ്ങനത്തെ റേഞ്ചേ നമുക്ക് വരുന്നുള്ളൂ. ഇനി അതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പം ട്രാവൽ എന്ന് വെച്ചാൽ ഇപ്പം മെയിൻ പാഷനായി കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ക്യാമറാസ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൽ വെള്ളം കയറിയാൽ ഡാമേജ് ആവും, അല്ലെങ്കിൽ നമുക്ക് പലതരം വെറൈറ്റി ഷോട്ട്സ് എടുക്കാനൊക്കെ ഇങ്ങനെയുള്ള ക്യാമറാസ് ആളുകൾക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഞാനിപ്പോൾ പറയാനാണെങ്കിൽ നമ്മളതിൽ GoPro ടൈപ്പ് ക്യാമറാസ് ഇരിപ്പുണ്ട്. അതായത് ആക്ഷൻ ക്യാമറാസ്. നമുക്ക് സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു 7000 രൂപ മുതലുണ്ട്. നമുക്കങ്ങനെ 7000, 10000, 12000, 15000 എല്ലാ റേഞ്ചിലും നമ്മളിലുണ്ട്. ഇതൊരു GoPro ആണ്. ഇതിന് Insta360യുടെ ബോക്സ് ആണെന്നേ ഉള്ളൂ. ഇതൊരു GoPro ആണ്. അത്യാവശ്യം അടിപൊളി ഒരു കണ്ടീഷൻ ഒരു GoPro ആണ്. അത് GoPro 10 ആണ് സ്റ്റോക്ക് വരുന്നത്. നല്ല കണ്ടീഷൻ, അത്യാവശ്യം 5K വീഡിയോ റെക്കോർഡിംഗ് വരുന്ന അടിപൊളി GoPro ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നമുക്കൊരു 16000 രൂപയുടെ അകത്തേ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ GoPro 9 ഉണ്ട്, GoPro 8 ഉണ്ട്, GoPro 7 ഉണ്ട്. എല്ലാം ഇങ്ങനെ വില താന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ബോക്സിൽ കാണുന്ന Insta360 1RS ഈ ഒരു മോഡൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 12000 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. പുതിയതിന് 30000 രൂപ റേറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. നിങ്ങൾക്ക് വാട്ടർ പ്രൂഫാണ്. അത്യാവശ്യം കാര്യങ്ങളെല്ലാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ അടിപൊളിയായിട്ട് നടക്കും. ഇത് കൂടാതെ പിന്നെ നമ്മളതിൽ വാറണ്ടി ആയിട്ടുള്ള പീസസ് ഒരുപാട് ക്യാമറാസ് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതായത് ഇതൊക്കെ വരുമ്പം നമുക്ക് പുതിയ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇതിപ്പം സോണിയുടെ 7M4 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അതിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. ഈ ഒരു ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം പുതിയതിന് 1,84,000 രൂപ പുതിയതിന് നിലവിൽ വിലയുണ്ട്. 84-87 പുതിയതിന് വിലയുണ്ട് നിലവിൽ. ഈ ഒരു ക്യാമറ നമുക്ക് 3 മാസമൊക്കെ ആയ ക്യാമറാസ് വെറും 3000-5000 ഷട്ടറായിട്ടുള്ള ക്യാമറയുണ്ട്. ഈ ക്യാമറയൊക്കെ നമുക്ക് റേറ്റ് നിന്ന് വെറും 1,55,000, 1,60,000, 1,62,000 ഈ റേറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് വരുന്നുള്ളൂ. അതായത് പുതിയത് എടുക്കുന്നതിന് തുല്യം. എന്നാൽ നിങ്ങൾക്ക് ഒരു 20,000-25,000 രൂപ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് യൂസ് ചെയ്താണെങ്കിൽ 1,20,000 അത്രയ്ക്കും വേരിയേഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ സമയത്ത് ഇത് കൊടുക്കുമ്പം നിങ്ങൾക്ക് അത്രയ്ക്കും പ്രൈസ് കുറയത്തില്ല, ഒരുപാട് കുറയത്തില്ല. ഇപ്പം പുതിയത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിനിപ്പം നമ്മുടെ വണ്ടി കണക്ക് ഫസ്റ്റ് ഓണറോ സെക്കൻഡ് ഓണറോ അങ്ങനെ ഒരു ഓപ്ഷനൊന്നുമില്ല. നിങ്ങളിത് 5ാമത് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും പ്രശ്നമില്ല. നമുക്കിതിൻ്റെ ഷട്ടർ കൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ക്യാമറ എത്ര യൂസ് ചെയ്ത്, ക്യാമറയുടെ നീറ്റ്നെസ് ഇതനുസരിച്ച് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കൊടുക്കുമ്പോൾ നമ്മൾ ഏതൊരാളും ഈ ക്യാമറാസ് എടുക്കുമ്പോൾ നാളെ സമയത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കൊരു റീസെയിൽ വാല്യൂ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് ഒരു ക്യാമറ തരുന്നതും. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ തന്നെ R50 ഇത് പുതിയതിന് വരുമ്പോൾ ഏകദേശം 60,000 രൂപ മേളിൽ റേറ്റ് ഉണ്ട്. ഈ ഒരു ക്യാമറ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഇരിക്കുന്നത് ഏകദേശം 49,500-നാണ്. ഈ ഒരു ക്യാമറ ഇനി 1.5 വർഷം റിമൈനിങ് വാറണ്ടി ഉണ്ട്. അതായത് ഒരു പുതിയത് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 10,500 രൂപയിൽ മുകളിൽ റേറ്റാണ് നിങ്ങൾക്ക് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഹൈലൈറ്റ് ഒറ്റയടിക്ക് അത്രയും റേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നാളെ സമയത്ത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടം വരാനാണ്? അതാണ് ഇതിൻ്റെ ഒരു ലോജിക്ക്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പോൾ കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇപ്പം നല്ല ക്യാമറയാണോ അല്ലേ? നിങ്ങൾക്ക് ഷട്ടർ കൗണ്ട് എല്ലാം ചെക്ക് ചെയ്യാം എന്തുണ്ടല്ലേ. കൂടാതെ തന്നെ 1 മന്ത് വാറണ്ടി അല്ല. ഇപ്പോൾ ചിലർ പറയുമായിരിക്കും നമ്മൾ ചിലപ്പം സെക്കൻഡ് ഷോപ്പുകളിൽ ഒരുപാട് നമ്മൾ തന്നെ റൂമേഴ്സ് കേൾക്കുന്നത്, ഇപ്പം ബൈക്കിൻ്റെ ആണെങ്കിലും പലതിലും കേൾക്കുന്നത് ഇത് ചിലപ്പം ജസ്റ്റ് റിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനത്തെ ഓപ്ഷനൊന്നും അല്ല. നിങ്ങൾക്ക് 1 ഇയറിലേക്ക് നിങ്ങളുടെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം നമ്മൾ തരുന്നുണ്ട്. അപ്പം ഇതുണ്ടാവും, ഇതൊരു സ്റ്റിക്ക് ലൈറ്റ് ആണ്. ഇത് നമ്മളതിൽ സെയിലിനും അവൈലബിൾ ആണ്, റെൻറ്റിനും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഇത് ഞാനൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് പറഞ്ഞ കാര്യം. ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരുടെ കയ്യിലും ഇത് ഓരോന്ന് വെച്ചുണ്ട്. 1 അല്ല 2, 3, 4 ഉള്ളവരുണ്ട്. അപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതൊരു RGB സ്റ്റിക്ക് ലൈറ്റ് ആണ്. ഇതിൻ്റെ പേര് Godox LC500R ആണ്. അതായത് പലതരം കളർ ലൈറ്റ് ഉണ്ട്. RGB എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കളേഴ്സ് വരുന്നതിൻ്റെയാണ്. പലതരം റെഡ്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ വാം ലൈറ്റ്, വൈറ്റ്, ഇഷ്ടം പോലെ കളർ ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക്
നിങ്ങൾക്കൊരു പാർട്ടി ഉണ്ടെങ്കിലോ നിങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലോ ഇൻഡോർ ഫോട്ടോസ് എടുക്കാനോ അങ്ങനെയുള്ള എല്ലാത്തിനും ഈ സ്റ്റിക്ക് ലൈറ്റ് ഉപയോഗിക്കും. പലതരം ഷെയ്ഡിലെ വെറൈറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് റെൻറ്റിനാണെങ്കിൽ നമുക്ക് വെറും 400 രൂപയെ വരുന്നുള്ളൂ. വെറും 400 രൂപ. ഇത് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ മിനി LC500 നമ്മളതിലുണ്ട്. അത് വാം ലൈറ്റ് മാത്രമേ വരുന്നുള്ളൂ, വാം വൈറ്റ്. അത് 250 റുപ്പീസും. ബാക്കി അല്ല ഇത് വരുമ്പോൾ നമുക്ക് 500 രൂപ റെൻറ്റ് വരുന്നുള്ളൂ. എല്ലാവരും മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ആവശ്യമാണോ, നിങ്ങൾക്ക് ഒന്ന് റെൻറ്റ് എടുക്കാം. നമുക്ക് 400 ആ റേഞ്ച് 500-നൊക്കെ നമുക്ക് LC500 അവൈലബിൾ ആണ്. ഇനി കൂടാതെ ഒരുപാട് ഒരു ഈ വീഡിയോ തുടക്കം മുതൽ കാണുന്നവരുടെ ഡൗട്ടായിരിക്കും, ഇതെന്താ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. ഇത് വേറൊന്നുമില്ല, ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ഏറ്റവും അടിപൊളി ഐറ്റം. ഇതാണ് സ്കിൻ റാപ്പിങ്ങിൻ്റെ റാപ്പിംഗ് പേപ്പേഴ്സാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ, നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറാസ്, മൊബൈല്, അതുപോലെ തന്നെ വാച്ച്, നമ്മുടെ AC, ലാപ്ടോപ്പ്, അല്ലെങ്കിൽ പോട്ടെ നമുക്ക് നമ്മുടെ ചാർജേഴ്സ്, ഇതെല്ലാത്തിനും സ്ക്രാച്ചസും അല്ലെങ്കിൽ കാണാനൊരു വെറൈറ്റി ലുക്ക് ഒരുപാട് ഒരു ആഗ്രഹമാണ്. അങ്ങനെയുള്ള എല്ലാത്തിനും റാപ്പ് ചെയ്യാൻ പറ്റും അടിപൊളി സ്കിൻ റാപ്പിങ്ങിൻ്റെ പേപ്പേഴ്സാണിത്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമുക്കിവിടെ റാപ്പ് ചെയ്യാൻ പറ്റും. ഞാനൊരു റാപ്പ് ചെയ്ത ഡെമോ കാണിച്ചു തരാം. ഇതൊരു സ്കിൻ റാപ്പ് ചെയ്ത അടിപൊളി ക്യാമറയാണ്. ഈ ക്യാമറ ഉണ്ടോ, ഇതിൻ്റെ ഇത് കണ്ടോ, ഭയങ്കര അടിപൊളി. ഇത് വെച്ച് ഒരു ബെനിഫിറ്റ് അല്ല, പല ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, ഒരു ടൈനി ഫിനിഷിങ് ലുക്ക് നിങ്ങൾക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പെട്ടെന്ന് വരില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകിച്ചുള്ള ബെനിഫിറ്റ്. കാര്യം ഈ ഒരു ക്യാമറ ഉണ്ടോ, ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ഇത് കുറേ നാൾ ഉപയോഗിച്ച് സ്ക്രാച്ചൊക്കെ വരുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരുപാട് സ്ക്രാച്ചിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനും പറ്റും. നിങ്ങളുടെ ക്യാമറ കുറച്ചുകൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കൂടാതെ ഒരു അടിപൊളി ലുക്ക്. മിക്ക ക്യാമറയും ബ്ലാക്ക് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അടിപൊളി ലുക്കും കിട്ടും. ഇത് നിങ്ങൾക്ക് പലതരം സ്കിൻസ് നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ മാത്രമല്ല, നിങ്ങളുടെ ലാപ്ടോപ്പിൽ റാപ്പ് ചെയ്യാം, എയർപോർട്സിൽ റാപ്പ് ചെയ്യാം, പിന്നെ നിങ്ങളുടെ ചാർജേഴ്സിൽ റാപ്പ് ചെയ്യാം, നിങ്ങളുടെ മൊബൈലിൽ റാപ്പ് ചെയ്യാം. എന്തിന്, നമ്മുടെ മൊബൈലിന് ഇതിനൊക്കെ ട്രാൻസ്പാരൻറ്റ് റാപ്പിംഗ് ഒക്കെ നമ്മളതിൽ അവൈലബിൾ ആണ്. കാര്യം ഒരുപാട് മൊബൈൽസിന് റീസെയിൽ വാല്യൂ കിട്ടുന്നത് സ്ക്രാച്ച് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ സ്ക്രാച്ച് വരാതിരിക്കാനുള്ള ട്രാൻസ്പാരൻറ്റ് റാപ്പേഴ്സും നമുക്ക് ബാക്കിൽ ഒട്ടിക്കാൻ ടൈപ്പ് അവൈലബിൾ ആണ്. ലോ റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. നമുക്കിവിടെ പ്രത്യേകിച്ച് ന്യൂ ഇയറും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഫറൊന്നുമല്ല. എല്ലാ മാസവും നമുക്കിവിടെ വെറൈറ്റി ഓഫറാണ് നടക്കുന്നത്. ഈ മാസം നടക്കുന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഈ ഒരു ജനുവരി മാസത്തിൽ നടക്കുന്ന ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓഫറാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒന്നാമത്തെ ഓഫർ എന്ന് വെച്ചാൽ ഈ ഒരു വെറൈറ്റി സാധനമാണ്. ഇതെല്ലാം നിങ്ങൾക്കുള്ള വേറൊന്നുമല്ല, ഒരു 20-25,000 മുകളിലോട്ടുള്ള ഏതൊരു ക്യാമറ നിങ്ങൾ ഈ ഒരു മന്തിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്ലീനിങ് കിറ്റ്. ഈ ക്ലീനിങ് കിറ്റ് ഉപയോഗം എന്ന് വെച്ചാൽ ഒരുപാട് ഫംഗസ് വരും, സർവീസ് വരും, അല്ലെങ്കിൽ ഇപ്പം മൂന്നാറിൽ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഡാമേജ് ആവും, അല്ലെ അങ്ങനെയുള്ളതിലെല്ലാം ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഈ ക്ലീനിങ് കിറ്റ്. ഇതിന് ലോ റേറ്റ് വരുന്നുള്ളൂ. വെറും 300 രൂപ, 350, 400, 500 അങ്ങനെ പല റേറ്റിൽ വരുന്നുണ്ട്. നമ്മളിവിടെ ഇത് നിങ്ങൾക്ക് വെറും 25,000 രൂപയുടെ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഇതുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോവേഴ്സ് നിങ്ങൾക്ക് അതിനകത്തുള്ള അകത്തുള്ള പൊടിയും കാര്യങ്ങളെല്ലാം നമുക്ക് ബ്ലോ ചെയ്ത് കളയാൻ പറ്റും. കൂടാതെ ലിക്വിഡ് ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ ക്യാമറ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വയ്ക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ഒരുപാട് പേര് മൊബൈൽസൊക്കെ യൂസ് ചെയ്ത് വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ക്യാമറ എടുക്കുന്നതാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഒരുപാട് ഏജ് ഉള്ള ആളുകളുണ്ട്, ഏജ് ഇല്ലാത്ത ആളുകളുണ്ട്, യങ്സ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കാണെങ്കിലും അവരുടെ മൊബൈൽ വെച്ചിട്ട് ക്രൈസിൽ വീഡിയോ എടുക്കണം. അങ്ങനെയുള്ള ബേസിക് മൈക്കാണ് ഇത് തരുന്നത്. ബേസിക് മൈക്ക് നിങ്ങൾക്ക് ഐഫോണിൽ യൂസ് ചെയ്യാവുന്നതുകൊണ്ട് ആൻഡ്രോയിഡ് മൊബൈൽസിൽ യൂസ് ചെയ്യാവുന്നത്. ഇത് നിങ്ങൾക്ക് ഒരെണ്ണം തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഓഫർ. ഇനി രണ്ടാമത്തെ ഓഫർ എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത വരുന്ന ഒരു കുറച്ച് നാളത്തേക്ക് നമ്മുടെ സ്കിൻ റാപ്പിംഗ്, അതിനാണ് അടുത്ത ഹൈലൈറ്റ്. നിങ്ങൾ ഏതൊരെണ്ണം എടുത്താലും നമുക്ക് വെറും ലോ റേറ്റിൽ നിങ്ങൾക്ക് സ്കിൻ റാപ്പ് ചെയ്ത് തരാം. ഈ ഒരു ആദ്യത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെയോടുള്ള അനുബന്ധിച്ചിട്ടുള്ള ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത്. വെറും ലോ റേറ്റിൽ നിങ്ങൾക്ക് സ്കിൻ റാപ്പ് ചെയ്ത് തരാം. ഇതാണ് നിങ്ങൾക്ക് തരുന്ന കുറച്ച് ഹൈലൈറ്റ്, നമ്മൾ പറയാനുള്ള മെയിൻ ബെനിഫിറ്റ്സ്. ഞാൻ ഈ വട്ടം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടല്ല പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് കുറച്ച് ക്യാമറ എങ്ങനെയാണ് അതിൻ്റെ റേറ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ റേറ്റ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്ന്, നമുക്കിവിടെ ക്യാമറാസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 700D, ഇതൊരു നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. നമുക്ക് റേറ്റ് വന്ന് 22,000 രൂപയാണ്. ഇത് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഫ്ലിപ്പ് സ്ക്രീനും എല്ലാം വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ ക്യാമറയാണ്. ഈ ഒരു ക്യാമറയുടെ തന്നെ പല കണ്ടീഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഇത് സ്റ്റാർട്ടിങ് നമ്മളൊരു 13,000 രൂപ മുതലുണ്ട്. അതായത് ചെറിയ സ്ക്രാച്ച്, അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ഷെയ്ഡെന്ന് വെച്ചാൽ ഒന്നുമില്ല, ബോർഡറിൽ ചെറിയൊരു ഷെയ്ഡ്. അതായത് ക്യാമറാസ് ഒരുപാട് പേര് എടുത്തിട്ട് ഉപയോഗിക്കാതെ വെക്കും. നിങ്ങൾക്കൊരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ഏതൊരു ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുമോ, നിങ്ങൾക്ക് ഓരോ ടിപ്പും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഏതൊരു ക്യാമറ നിങ്ങളിൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും ഒരുപാട് പേര് എടുത്തിട്ട് ഉപയോഗിക്കാതിരിക്കും. നിങ്ങൾ ഏതൊരു ക്യാമറ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ വില കിട്ടണമെങ്കിലും ആ ക്യാമറ കംപ്ലൈൻറ്റ് വരാതിരിക്കാനാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ,
ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ആ ക്യാമറ എടുത്ത് യൂസ് ചെയ്യുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ആഴ്ചയിൽ ഒരിക്കലെടുത്ത് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാമറ അത്യാവശ്യം നീറ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് മാസങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണ് ക്യാമറാസ് പിന്നെ എടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരുപാട് കംപ്ലയിൻറ്റ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ബോർഡ് കംപ്ലയിൻറ്റ് വരും, ഡിസ്പ്ലേ ഷെയ്ഡ് വരും, ബാറ്ററി അടിച്ചും ഒരുപാട് ഇഷ്യൂസ് വരും. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ക്യാമറന് ഇതിൻ്റെ പല കണ്ടീഷൻ നമുക്ക് 13,000 രൂപ മുതൽ നിങ്ങൾക്ക് ഈ ക്യാമറാസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റാണ്. അതുപോലെ തന്നെ പല ടൈപ്പ് ക്യാമറ ഇതുണ്ട്. ഇത് സോണിയുടെ 6300 ആണ്. ഇതിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ പീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 42 രൂപയാണ്. ഈ ഒരു ക്യാമറ ഒരു ആവറേജ് കണ്ടീഷൻ, അതായത് ജസ്റ്റ് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു ക്യാമറ നമ്മൾ കൊടുക്കുന്നത് വെറും 26,000 രൂപയ്ക്കാണ്. അതായത് ജസ്റ്റ് സ്ക്രാച്ചൊക്കെ ഒന്നപ്പോൾ റേറ്റ് പോയി. ഇതുപോലെ പറയുന്നത്, അതായത് നിങ്ങളുടെ ഇരിക്കുന്ന ക്യാമറ എത്രത്തോളം നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ കുറച്ചും കൂടെ റീസെയിൽ വാല്യൂ കിട്ടും. കാര്യം എല്ലാവർക്കും പെർഫെക്റ്റ് കണ്ടീഷൻ വേണം. പക്ഷേ അവിടെയും കുറേ ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്നവർ ഈ സ്ക്രാച്ചൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ക്യാമറ എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല, അങ്ങനൊന്നും പേടിക്കണ്ട. കുറച്ച് യൂസ് ചെയ്ത് ഇങ്ങനെ ആയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാമറ എടുത്തിട്ട് നിങ്ങളുടെ ബാക്കി ക്യാഷിന്, ഇപ്പം 42,000 രൂപയുടെ ക്യാമറ ഇതൊരു 28 രൂപ ആ റേഞ്ചിന് എടുത്തിട്ട് ഈ ബാക്കി ക്യാഷിന് ഒരു ലെൻസ് എടുക്കും. അപ്പോൾ അവർക്ക് നല്ല അടിപൊളി ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. ഏതൊരു ക്യാമറ എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ വെറൈറ്റി ലെൻസ് എടുക്കണം, ഓരോ ആവശ്യത്തിനുള്ള ലെൻസ്. അതിനകത്താണ് ആ ക്യാമറയുടെ ക്വാളിറ്റി മൊത്തം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബേസിക് ക്യാമറയുടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഇതുപോലത്തെ കിറ്റ് ലെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റ് ലെൻസ് വരുമ്പോഴത്തേക്ക് ഈ കിറ്റ് ലെൻസ് ഇട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ലെൻസസ് ആഡ് ചെയ്യുമ്പം ഫോട്ടോയുടെ ക്വാളിറ്റി ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയാനാണെങ്കിൽ. അങ്ങനെ നമുക്ക് ഒരുപാട് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. നമുക്ക് നിങ്ങളിൽ ഇപ്പോൾ നമ്മളിൽ ഇല്ലാത്തൊരു സ്റ്റോക്കാന്ന് കൂട്ടിക്കുക, നിങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മളത് മാക്സിമം അറേഞ്ച് ചെയ്ത് തരും. കാര്യം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ, കാര്യം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാൾ വിളിച്ചാൽ നമുക്കത് അഥവാ നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ തരാൻ പറ്റുമെന്നോടായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല, മാക്സിമം എടുത്തു കൊടുക്കും. നമ്മളിൽ ഒരുപാട് എൻക്വയറീസ് നമ്മളങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. നമ്മളിൽ ഇല്ലാത്തതാണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഏത് ക്യാമറ ആയിക്കോട്ടെ, ക്യാമറ സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വെഡ്ഡിങ് വർക്ക് ഉണ്ടോ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു സേവ് ദ ഡേറ്റ് എടുക്കണോ, കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു ബ്രൈറ്റ് ടു ബി എന്ത് റിലേറ്റഡും നിങ്ങൾക്ക് നമ്മളെ എടുക്കാം. നിങ്ങൾക്കൊരു ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻസ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നമുക്കത് അറിയില്ലെങ്കിലും നമ്മൾ അതിൻ്റെ സജഷൻസും നമ്മൾ അതിൻ്റെ ഹെൽപ്പും ചെയ്യും. കൂടാതെ തന്നെ നമുക്ക് റെൻ്റ് ക്യാമറ നമുക്ക് ചേട്ടൻ പറഞ്ഞാൽ വെറും 99 രൂപ മുതൽ നമുക്ക് ക്യാമറ റെൻ്റ് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. അങ്ങനെ പല ടൈപ്പ്, അങ്ങനെ നമുക്ക് 2,000, 2,500 രൂപയ്ക്ക് എല്ലാം നമ്മളിൽ ക്യാമറാസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് ഇത് കാനോണിൻ്റെ 600 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊക്കെ ഫ്ലിപ്പ് സ്ക്രീൻ ഇങ്ങനെ വരുന്നൊരു ക്യാമറ. ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ കൊടുക്കുന്ന 16,000, 17,000 രൂപ. ഇതൊക്കെ ഒരു 13,000 രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുത്തേക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ ക്യാമറയാണ്. അങ്ങനത്തെ നമുക്ക് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. ഇപ്പോൾ പറയാനാണെങ്കിൽ ഇതുണ്ട്, ഇത് 6D എന്ന് പറഞ്ഞ ക്യാമറ. ഇത് ഉപയോഗിക്കായിരുന്നു, ഇവിടെ കുറച്ച് സ്ക്രാച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ അപാര ഔട്ട്പുട്ടാണ്. ഈ ഒരു ക്യാമറ നമ്മളിവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന റേറ്റ് വെറും 11,000 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട്. അതിന് വരുമ്പോൾ 15,000, 16,000 രൂപ വരുന്നുണ്ട്. അത്യാവശ്യം അങ്ങനെ അടിപൊളി ക്യാമറാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങ് വന്നാൽ മതി. ആ ഒരു കാര്യമാണ് നമ്മൾ ഓഫർ ചെയ്യുന്ന വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പല ടൈപ്പ് ക്യാമറാസ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ പറയാനാണെങ്കിൽ സോണിയുടെ RX10 ഇതെന്ന് വെച്ചാൽ ഫിക്സഡ് ലെൻസാണ് വരുന്നത്. അത്യാവശ്യം സൂമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നൊരു ക്യാമറയാണ്. ഇതിന് ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ക്യാമറ വെറും ലോ റേറ്റിൽ തരാം. വെറും 4,000 രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ചുമ്മാ ഒരു പാഷനായിട്ട് ഉപയോഗിക്കാനുള്ളത് ചുമ്മാ എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഭയങ്കര ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ നമ്മളതിൽ അങ്ങനെ ഒരുപാട് ക്യാമറ, ഇപ്പം 3000 ഇത് പുതിയതിന് 36,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് നമ്മളതിൽ ഫ്രഷ് പീസ്, അതായത് നീറ്റ് ആൻഡ് ക്ലീൻ പീസ്, ഷട്ടർ കൗണ്ടൊക്കെ ഒരു 1000, 1500 ആയിട്ടുള്ളൂ. നമുക്ക് റേറ്റ് വന്നാൽ വെറും 17,500 രൂപ. അതായത് പകുതി റേറ്റ് വന്നാൽ മതി, പകുതി റേറ്റ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ഈ ക്യാമറ എടുത്തിട്ട് നിങ്ങൾ തിരിച്ച് വിൽക്കുക, നമ്മളെ തന്നെ തരുമോ, അല്ലെ നിങ്ങൾ വെളിയിൽ കൊടുക്കുന്നു കൂട്ടിക്കോ, നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടം വരാനാണ്? നിങ്ങൾ പുതിയത് എടുക്കുകയാണെങ്കിൽ 36,000 രൂപ ഏകദേശം റേറ്റ് വരുന്നുണ്ട്. പുതിയത് എടുത്തിട്ട് സെക്കൻഡ് വിൽക്കുമ്പം ഇപ്പം നമ്മൾ തരുന്നതിനെക്കാട്ടി റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ലോസ് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറാസ് എടുക്കാൻ പറ്റും.